നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ശ്യാമേ, എന്താ ഇത്? അപ്പോ തളർന്നു പോയിന്ന് പറഞ്ഞത് അടവായിരുന്നല്ലേ? അത് സത്യമേ ഞാൻ. അപ്പോ നീ എല്ലാവരെയും പറ്റിക്കായിരുന്നു അല്ലേ? എന്താ എന്താ പനി? അവിടെ ഉണ്ടോ? പിൻഭാഗത്തൊന്നും ഇല്ല സാറേ. ഇവിടുത്തെ പോനാ? എന്താടാ മോനെ, പപ്പി മോളെ ഇവിടെ ഇല്ലേ? പുറത്തൊന്നും കണ്ടില്ല. പിന്നെ ആ കൊച്ചു എവിടെ പോയടാ? നിങ്ങൾ എത്ര പേരോട് ഉണ്ടായിട്ടും ആ കൊച്ചോടെ പോയി ആർക്കും കാണാൻ പറ്റിയില്ലേ? ആരും അറിഞ്ഞില്ലേ? മേലെ നോക്കിയോ? നോക്കി, അവിടെ എങ്ങും ഇല്ല. രോഹിത്തെ, എടാ, കൊറേ നേരമായിട്ട് നീ മോളെ കണ്ടിട്ടേ ഇല്ലേ? ഇല്ല സത്യമേ, കൊറേ നേരമായിട്ട് എന്റെ അടുത്തേക്ക് വന്നിട്ടേ ഇല്ല. രാത്രി സമയത്ത് തനിച്ചങ്ങനെ പോകാൻ വഴിയില്ല അവള്. പപ്പിമോളെ, പപ്പിമോളെ, ഈ കുഞ്ഞിത് എവിടെ പോയി? അവിടെ എങ്ങും ഇല്ല. എടാ, ഇനി പുറത്തേക്ക് വല്ലതും പോയിട്ടുണ്ടോ? മുമ്പത്തെ ഒരു അനുഭവം ഓർമ്മയില്ലേ? അല്ല, അത് രാഘവേട്ടൻ നമുക്ക് അറിയില്ലല്ലോ എവിടെയുള്ളതെന്ന്. തലതെറിച്ചൊരെണ്ണം കൂടെ കൂടിയിട്ടുണ്ടല്ലോ, വല്ലത് ഓതി കൊടുക്കാൻ വേണ്ടിട്ട്. ഏയ്, രാത്രി എങ്ങനെ ഒറ്റയ്ക്ക് പപ്പി പുറത്തൊന്നും പോവാൻ സാധ്യതയില്ല. ഈ വീടിനകത്തൊക്കെ തന്നെ നോക്കിയാ മതി. ചിലപ്പോ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടാവും. കാർത്തികേ, ശ്യാമേ, കള്ളം പറയുന്നോടി. നിനക്കറിയില്ല അവൾ എവിടെ പോയെന്ന്? പറയടി, പറയാൻ. എന്റെ കൊച്ചിനെ നീ എവിടെ അടി കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? പറയാൻ, പറയടി. നിന്നെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും. ഇവക്കറിയാം പപ്പിമോൾ എവിടെ ഉണ്ടെന്ന്. അയ്യോ, എന്റെ മുമ്പിൽ വന്ന് അവളുടെ കണ്ണ് പൊട്ടിക്കുമെന്ന് പറഞ്ഞോളാ. അയ്യോ, എപ്പോ? സത്യമേ, ദേ കണ്ടില്ലേ, ഇവൾക്ക് അസുഖം ഉണ്ടെന്ന് പറഞ്ഞത് വെറും നുണയാ. കണ്ടില്ലേ, ഇവൾക്കൊരു കുഴപ്പമില്ല. ശ്യാമേ, എന്താ ഇത്? അപ്പോ തളർന്നു പോയിന്ന് പറഞ്ഞത് അടവായിരുന്നല്ലേ? അത് സത്യമേ ഞാൻ. അപ്പോ നീ എല്ലാവരെയും പറ്റിക്കായിരുന്നു അല്ലേ? ഭാമേ, നീ അവളെ ചോദ്യം ചെയ്തോണ്ടിരിക്കാതെ കുട്ടിയോട് തന്നെ അന്വേഷിക്കേ. അച്ഛാ, ഇവൾക്കറിയാം. ഇവളാണ് എന്റെ കുഞ്ഞിനെ മാറ്റിയിരിക്കുന്നത്. പറയടി, പറയടി, പറയാൻ. എന്റെ മോളെ നീ എന്ത് ചെയ്തു? കൊന്നോ അതോ കുറിച്ചു മൂടിയോ? പറയാൻ. അതോ ഇനി എവിടെയെങ്കിലും നാട് കടത്തിയോ? പറയാൻ, പറയടി, പറയടി. എന്റെ കുഞ്ഞെവിടെ? നീ എവിടെ കൊണ്ട് കളഞ്ഞേ? നിന്നെ കൊല്ലുപടി ഞാൻ. പറയടി.
മാറി ഇങ്ങോട്ട്. പറയാ ശ്യാമേ, സത്യമേ ഇവളാ എന്റെ കുഞ്ഞിനെ. തൊട്ടുപോകരുത് അവളെ. ഇത്രയും ദിവസം ഞങ്ങൾ എല്ലാവരെയും പറ്റിച്ചതും പോരാ, നിന്ന് നാവാടുന്നോ? രോഹിത്തെ, നിനക്കറിയാമായിരുന്നോ ഇവൾക്ക് അസുഖമൊന്നും ഇല്ലായിരുന്നത്? ഇല്ല സത്യമേ. അമ്മ ഡീ, നീ മിണ്ടിപ്പോകരുത്. മനസ്സിലായി, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി. സ്വന്തം ചേച്ചി ഈ വീട്ടിൽ താമസിപ്പിക്കാൻ വേണ്ടി നീ അവളും ചേർന്ന് നടത്തിയ നാടകം അല്ലേ? അയ്യോ അല്ല, വിഡ്ഢികളായത് ഞങ്ങള്. ആ? ഭാമേ, കണ്ടില്ലേ രാഘവേട്ട ഇവളുടെ കുടുംബ മഹിമ? അല്ല, പേരും കള്ളി. ഭർത്താവിനെ അടക്കം ഒരു കുടുംബത്തെ മൊത്തം വഞ്ചിച്ചിട്ട് മറ്റുള്ളവരുടെ പുറത്തേക്ക് കുതിര കയറുന്നോ? സത്യമേ എന്നെ പപ്പി. ഇനി ഒരു നിമിഷം എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. ഇറങ്ങിപ്പോ. സത്യമേ ഇറങ്ങിപ്പോടി. സത്യമേ. അല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്ന് നിന്നെ അടിച്ചിറക്കേണ്ടി വരും. അല്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീട്ടിൽ നിന്ന് എല്ലാരും അടിച്ചിറക്കാനല്ലേ പറ്റൂ. ശരിയാ, എന്റെ കുഞ്ഞേച്ചി അടിച്ചിറക്കിയപ്പോ എന്റെ കുഞ്ഞേച്ചി ഈ വീട്ടിലേക്ക് കയറ്റാൻ വേണ്ടി ഞാനൊരു കള്ളം കാണിച്ചു എന്നുള്ളത് സത്യമാ. അത് ഈ വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചി ഒന്നിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ കുഞ്ഞേച്ചിക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. കുഞ്ഞേച്ചി അറിഞ്ഞുകൊണ്ടല്ല ഞാനിത്. നിനക്ക് എന്നോടെങ്കിലും ഒരു വാക്ക് പറയായിരുന്നില്ലേ? ക്ഷമിക്കണ രോഹിത്, എന്റെ പൊട്ടബുദ്ധിക്ക് അത് തോന്നിയില്ല. സത്യമേ, പക്ഷെ അത് മുതലെടുത്തോണ്ട് ഇവൾ എന്തൊക്കെ ക്രൂരതകളാ നമ്മുടെ മോളോട് കാണിച്ചെന്നറിയോ? എന്റെ അടുത്ത് വന്ന് അവൾ എന്തുമാത്രം കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്നറിയോ ഇവൾ അവളെ ദ്രോഹിച്ചിട്ടുള്ള കാര്യമൊക്കെ. ഇവൾക്കറിയാം പപ്പി എവിടെ ഉണ്ടെന്ന്. ഇവൾ അറിയാതെ എന്റെ പപ്പി എവിടെയും പോവില്ല. പറയടി, പറ എന്റെ മോൾ എവിടെ? എടി പറയാൻ. മാറി നിൽക്ക. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.